എന്നാശ തീർന്നങ്ങ് വീട്ടിൽ വരുന്നാൾ എന്നാണെന്നാഥന്. എന്നാശ തീർന്നങ്ങ് വീട്ടിൽ വരുന്നാൾ എന്നാണെന്നാഥന്. അന്നാൾ വരെയും മണ്ണിൽ നിന്നേല നന്നാൾ ചെയ്യും ഞാൻ. അന്നാൾ വരെയും മണ്ണിൽ നിന്നേല നന്നായി ചെയ്യും ഞാൻ. നീ എന്നും എന്റെ രക്ഷകൻ, നീ മതി എനിക്കെല്ലാമായി. നാദാ നിന്നിൽ ചാരുന്ന നേരത്ത് നീങ്ങുന്നൽ വേദനകൾ. നിന്നിൽ ചാരുന്ന നേരത്ത് നീങ്ങുന്ന വേദനകൾ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിലപ്പെട്ട നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്നല്ലോ. ദൈവകൃപയ്ക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. തിരുവചനത്തിലേക്ക് അല്പശ്രദ്ധ തിരിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിട്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുവാൻ ആഗ്രഹിക്കുകയാണ്. 12-ാം വാക്യം, എബ്രായർ 3:12. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. സ്തോത്രം. പരിശുദ്ധ ആത്മാവ് പഴയ നിയമ ഭക്തന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില വസ്തുതകളെ ഓർപ്പിച്ച് ഉണർത്തി രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഭവിക്കരുത്, ഉണ്ടാകരുത്. നമ്മൾ തിരുവചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ത്യജിച്ചു കളയുക അല്ലെങ്കിൽ ദൈവിക ബന്ധത്തിൽ നിന്ന് മാറുക, ഇതൊരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല. പല നാളുകൾ പലതും കേട്ടുകൊണ്ട് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന, എന്ന് പറഞ്ഞാൽ ദൈവിക വിടുതൽ അല്ലെങ്കിൽ ദൈവിക പ്രവൃത്തി കണ്ട് അനുഭവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ ത്യജിക്കാൻ കഴിയുള്ളൂ. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൈവിക വിടുതൽ, ദൈവിക സാന്നിധ്യം വ്യക്തമായി അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ ത്യജിക്കാൻ കഴിയുകയുള്ളൂ. വെറുതെ ഒരു വ്യക്തിക്ക് നീ ദൈവത്തെ ത്യജിച്ചതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ദൈവത്തെ ത്യജിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് ഒന്ന് മനസ്സിലാക്കുവാൻ ഇടയാകണമെങ്കിൽ സംഖ്യാപുസ്തകത്തിലേക്ക് നമുക്കൊന്ന് അടുത്തു വരാം. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ പരിശുദ്ധ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ചില വസ്തുതകളെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ കഴിയും. 13-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം ഒന്ന് വായിച്ചേ. അവർ അവരോട് വിവരിച്ചു പറഞ്ഞതെന്നാൽ, നീ ഞങ്ങൾ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി, അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങൾ ഇതാ. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും. ഒരു നിമിഷം നിൽക്കണേ. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമെന്ന് ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. ഇവർ ചെന്ന് ഉറ്റുനോക്കി മടങ്ങി വന്നപ്പോൾ ദൈവം അവരോട് പറഞ്ഞത് ശരിയാണെന്ന് അവർ എന്ത് ചെയ്യുകയാണ്? സമ്മതിക്കുകയാണ്.
പ്രഭുക്കന്മാരാണ് കടന്നുപോയത്. 12 പേരാണ് പോയത്. എന്നാൽ 10 പേര് ഒരു പക്ഷമായി തിരിഞ്ഞു നിൽക്കുന്നത് കാണുവാൻ കഴിയും. ഇവിടെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവരെ വിളിച്ച് വേർതിരിച്ച ദൈവം ആരെന്ന് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തതാണ് അതിന്റെ കാരണം. 3.5 വർഷം കർത്താവിന്റെ കൂടെ നടന്ന യൂദ തെറ്റ് ചെയ്തു എന്നവന് ബോധ്യം വന്നപ്പോൾ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്തെന്ന് ആര് പറഞ്ഞു? യൂദ ഏറ്റു പറഞ്ഞു. പക്ഷെ ആരുടെ അടുത്തേക്കാ പോയത്? പുരോഹിതന്മാരുടെ അടുത്തേക്ക്. ആരെ അവൻ തിരിച്ചറിഞ്ഞില്ല? യഥാർത്ഥമായ ദൈവപുത്രനെ തിരിച്ചറിഞ്ഞില്ല. കൂടെ നടന്നു 3.5 വർഷം, അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു. ഒരുപക്ഷെ ഇവനും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി കാണും. ഇവനും ദൈവിക പ്രവൃത്തിക്ക് ഉടമയായി കാണും. പക്ഷേ അവന്റെ ജീവിതത്തിൽ ഒരു വിഷയം വന്നപ്പോൾ ആ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാനോ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുവാനോ കഴിഞ്ഞില്ല. വിഷയം അവന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ആ ദൈവത്തെ അവൻ എന്ത് ചെയ്തു? വിട്ടുകളഞ്ഞു. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിന്റെ മുൻപിലാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്, ദൈവമുഖത്തേക്ക് നോക്കേണ്ടത്. ഇവിടെയും 10 പേർ പറയുകയാണ്, ദേശം ഫലമുള്ളതാണ്, പാലും തേനും ഒഴുകുന്നതാണ്, ഞങ്ങൾ വൃക്ഷഫലം കൊണ്ടുവന്നിട്ടുണ്ട്. സ്തോത്രം. ഇതെല്ലാം ശരിയാണ്. ഇനി അതിന്റെ 31-ാം വാക്യം മുതൽ വായിച്ചേ. എങ്കിലും അവനോട് കൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല. അല്ലോ, ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല. ഇത് തീരുമാനിക്കാൻ നീ ആരാ? ഇത് തീരുമാനിക്കാൻ നീ ആരാ? നിന്നോട് പോയി നോക്കാനല്ലേ പറഞ്ഞുള്ളൂ. തീരുമാനം അറിയിക്കാൻ നിന്നോട് പറഞ്ഞോ? ഇല്ല. ഇതാ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. അതിപ്പോ ഇന്നിങ്ങനെ ചെയ്താലേ നടക്കുകയുള്ളൂ. അങ്ങനെ നടക്കില്ല. നമ്മുടെ അതിനെ കൊണ്ട് എന്ത് ചെയ്യും? ദൈവത്തെ ത്യജിച്ചു കളയുക എന്ന് പറയുമ്പം കൂടെ ഏതാവശ്യത്തിനും മതിയായവനായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ നഗ്നമായ കണ്ണുകൾ കൊണ്ടവർ കണ്ടു. ആ ദൈവത്തെ ഇവരെന്ത് ചെയ്തു? മനസ്സുകൊണ്ട് വിട്ടുകളഞ്ഞു. കഴിയില്ല. എടാ, നിനക്ക് പറയാൻ എന്താ അധികാരം? അതങ്ങനെ നടക്കില്ലെന്ന് പറയാൻ നിനക്ക് എന്താ അധികാരം? നീ ഒരു ദൈവ പൈതലെങ്കിൽ അത് നീ പറയരുത്. ആമേൻ. നിനക്കതിന് അധികാരമില്ല. അതിന്റെ അർത്ഥം നീ ദൈവത്തെ ത്യജിച്ചു കളയുകയാണ്. ആ ദൈവത്തിന്റെ ശക്തിയെ നീ കുറച്ചു കാണുകയാണ്. ആമേൻ. ഇനി അടുത്ത് വായിച്ചോ. അവർ നമ്മിലും ബലവാന്മാരാണ്. എടാ, നിന്റെ മിടുക്കുകൊണ്ടാണോ നീ ഇന്ന് വരെ നിന്നത്? ഇന്ന് വരെ നടന്നത് നിന്റെ മിടുക്കുകൊണ്ടാണോ? ശക്തിയുള്ള ഒരു സൈന്യം നിന്റെ നേരെ വന്നപ്പോൾ അതിനെ ചെങ്കടലിൽ തള്ളിയിട്ട് നീയാണോ? ആമേൻ. ഇത് കണ്ണാൽ കണ്ടവരാ. എന്നിട്ട് പറയുകയാണ്, ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ കഴിയില്ല. ദൈവത്തെ അവർ മാറ്റി നിർത്തി. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് വലുതായി തോന്നുന്നത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ ഏത് വിഷയം വരട്ടെ, ഇനിയിപ്പോ അതിനിപ്പോ എന്നാ കുഴപ്പം? വരട്ടെ. ദൈവം കൃപ വരും, ദൈവം സഹായിക്കും, ദൈവം വെടിവെക്കും, തന്റെ പ്രവൃത്തി വെളിപ്പെടും. പക്ഷെ ഇത് ജന്മ ചെയ്ത പറയില്ല. എന്നിട്ട് തോന്നിയെന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് തന്നെയല്ലേ ഇസ്രായേൽ ജനം പറയുന്നേ? നിങ്ങളൊന്ന് ശ്രദ്ധിക്കേ. അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് തന്നെയല്ലേ അവർ പറയുന്നേ.
ആ ജനത്തിന് നേരെ ചെല്ലാൻ നമുക്ക് കഴിയില്ല. അവർ നമ്മിലും ബലവാന്മാർ. കുറച്ചു നാൾ മുൻപ് ശക്തിയുള്ള ഒരു സൈന്യവുമായി ഫറവോനും സൈന്യവും വന്നപ്പോൾ ഇവരുടെ മിടുക്ക് കൊണ്ടല്ല അതിന്റെ മധ്യത്തിൽ നിന്ന് ഇവർ രക്ഷ പ്രാപിച്ചത്. ദൈവത്തിന്റെ പ്രവൃത്തിയെ കണ്ടവരാണവർ. അവർ ദൈവത്തെ മനസ്സുകൊണ്ട് എന്ത് ചെയ്തു? ത്യജിച്ചു കളഞ്ഞു. ആമേൻ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് എന്താ? ദുഷ്ടഹൃദയം. ദൈവിക പ്രവൃത്തിയെ കണ്ടും കേട്ടും ആ ദൈവത്തെ മറന്നു കളയുന്നവരെ കുറിച്ച് വചനം പറയുന്നു. ഞാൻ പറയുന്നതല്ല, വചനം പറയുന്നത് ദുഷ്ടഹൃദയം. നിന്നെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചെങ്കിൽ, അത്ഭുത പ്രകാശത്തിൽ നിർത്തിയെങ്കിൽ, ദൈവത്തിന്റെ പ്രവൃത്തിയെ കുറിച്ച്, സൽഗുണത്തെ കുറിച്ച് ഘോഷിപ്പാൻ അതിനെ വിളിച്ചത്. പ്രതികൂലം നിനക്കൊണ്ട് ഉണ്ടെന്നേ, അതിന്റെ മാധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് നിന്റെ ആദരം കൊണ്ട് പറയണം. അത് ജന്മം ചെയ്ത പറയില്ല. സ്തോത്രം. ആരേലും എന്തേലും പറഞ്ഞത് അത് പറഞ്ഞുകൊണ്ട് നടക്കും, എന്നിട്ടൊരു ഊതുകൂടി വെക്കും. എന്നാലും സ്തോത്രം. ആമേൻ. ഇന്ന് പകലിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഇനി 12-ാം വാക്യം വായിച്ചേ. 32-ാം വാക്യം. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെ കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞതെന്താണ്? ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായകന്മാർ അവിടെ. അവർ പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. ഞങ്ങൾ ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഇവരവിടെ പോയി നോക്കിയിട്ട് ജീവനോട് തിരിച്ചു വന്നില്ലേ? ഇവര് തിന്നില്ലല്ലോ ആരും. ഇവരാരെങ്കിലും തിന്നോ? ജീവനോട് ഇവർ തിരിച്ചു വന്നില്ലേ? അന്യദേശത്ത് പോയിട്ട് കാര്യം നോക്കി വെച്ച് അവർ മടങ്ങി വന്നേ. എന്നിട്ട് അവർ പറയുകയാണ് ദേശം നിവാസികളെ തിന്നു കളയുന്ന ദേശമാണ്. അവിടെ മുകളിൽ എഴുതിയിരിക്കുക, അവർ പറഞ്ഞത് ദുർവർത്തമാനമായിരുന്നു. എന്തായിരുന്നു? ഇതാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കുത്തിരുന്ന് സ്തോത്രം പറയും. നമ്മൾ പലപ്പോഴും പ്രതികൂലത്തെയാണ് കാണുന്നത്. നമ്മുടെ കൂടെയുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല. നമ്മൾ ഒരു ദൈവ പൈതൽ കാണേണ്ടത് പ്രതികൂലത്തെ അല്ല, നമ്മുടെ കൂടെ ആരാണുള്ളത്, നാം ആരുടെ കൂടെയാണ്, ഇതെന്ത് ചെയ്യണം, അത് കാണണം. അപ്പോഴാണ് ഇല്ല. ഞാൻ പലപ്പോഴും ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, പിശാചേ, എന്റെ കൂടെ എന്റെ കർത്താവ് ഉള്ളിടത്തോളം നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് കൃപയാൽ എളിയവന്റെ ഉറപ്പ്. എന്തുണ്ടാകട്ടെ, എന്റെ കൂടെ എന്റെ കർത്താവ് ഉണ്ടെങ്കിൽ ഒരു പണിയും അവന് നടക്കില്ല. കാരണം എന്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാ, എന്റെ ദൈവം എന്നെ അറിയുന്നവനാ, എന്റെ ഹൃദയത്തിലെ വേദന അറിയുന്നവനാ, എനിക്ക് വേണ്ടി കരുതുന്നവനാ, എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ മതിയായവനാ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ എന്ന് പാടിയാൽ പോരാ. യഥാർത്ഥത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ഭാഗ്യവാൻ തന്നെ. ആ ഉറപ്പ് ആർക്ക് വേണം? ഒരു സാഹചര്യത്തിന്റെ മുൻപിൽ ഈ ഉറപ്പുണ്ടാകണം. സ്തോത്രം. എന്നിട്ട് ഇനി അതിന്റെ 30-ാം വാക്യം ഒന്ന് വായിച്ചേ. അത് തന്നെ കാലേബ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചേ. നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും. ഇതാണ് ഉറപ്പും ധൈര്യവുമുള്ള വാക്ക്, വിശ്വാസത്തിന്റെ വാക്ക്. നമ്മൾ പലപ്പോഴും നമ്മുടെ ആദരം കൊണ്ട്
അവിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു വെക്കും. എന്നിട്ട് പറയും എന്നാ വാ പ്രാർത്ഥിക്കാം. മുൻപ് പറഞ്ഞു വെക്കും, എന്ത് നടക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നിട്ട് മറ്റൊരാൾ പറഞ്ഞതിന് എന്നാ നമുക്ക് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിക്കാം. ആദ്യം നമ്മൾ തന്നെ ഒരു കല്ലെടുത്ത് വെച്ചു, കല്ലെടുത്ത് മുന്നിൽ വെച്ചിരിക്കുക, കല്ല് മാറ്റിയിട്ടില്ല. എന്നിട്ട് എന്ത് ചെയ്യുക? കല്ലിന്റെ പുറകിലിരുന്ന് കർത്താവെ വിടുവിക്കണം, കർത്താവെ വിടുവിക്കണം, പ്രവർത്തിക്കണം. കല്ല് മുന്നിലിരിക്കുക. ആര് വെച്ചതാ? ഇതാ പലപ്പോഴും ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർ ചെയ്യുന്നേ. നിന്റെ ആദരത്തിൽ നിന്ന് അവിശ്വാസത്തിന്റെ വാക്കുകൾ വരരുത്. സ്തോത്രം. പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടുന്നതിന്റെ കാരണം, പലപ്പോഴും പ്രവൃത്തി നടക്കുവാൻ തടസ്സമാകുന്നതിന്റെ കാരണം അതരം കൊണ്ട് നീ ചില കല്ലുകൾ എടുത്തു വെക്കും. എന്നിട്ട് അതിന്റെ പുറകിലിരുന്ന് സ്തോത്രം പറയും. എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ കാലേബിനെ പോലെ പറയണം, പ്രതികൂലത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ, നാം ചെന്ന് അത് കൈവശമാക്കുക. അതിനെ ജയിപ്പാൻ നമുക്ക് കഴിയും. എങ്ങനെ കഴിയും? എങ്ങനെ കഴിയും? 14:8. സാധിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും കൊടുക്കുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്കാൻ മാത്രം വരുന്നത്, ആ ദേശത്തെ ജനത്തെ ഭയപ്പെടരുത്. അവൻ നമുക്ക് ഇരയാകുന്നു, അവരുടെ ശകം പോയി പോയിരിക്കും. യഹോവ നമ്മോട് കൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. അപ്പോൾ എന്താണ്? യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാശകരമായ കുഴിയിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച് നിന്നെ നിർത്തിയത് ദൈവം നിന്നെ കണ്ടതുകൊണ്ടോ ദൈവം നിന്നിൽ പ്രസാദിച്ചത് കൊണ്ടുവാ. ആ യോഗ്യത നിനക്ക് നൽകിയെങ്കിൽ, ഒരു ദൈവ പൈതലെന്നുള്ള ആ പുത്രത്വം നൽകിയെങ്കിൽ, ആ ദൈവത്തെ തിരസ്കരിക്കരുത്, ആ ദൈവത്തോട് മറുതലിക്കരുത്, ആ ദൈവത്തെ ത്യജിച്ചു കളയരുത്. സ്തോത്രം. കാലേബ് പറയുന്ന വാക്കുകൾ വാസ്തവത്തിൽ ഒരു എന്താ പറയുക, അതിനെ എന്ത് പറയാൻ പറ്റും, ഒരു ബുൾഡോസർ പോലെ ശക്തിയുള്ളതാണ്. ഒരു മല ഇടിച്ചു കളയാൻ കഴിവുള്ളതാണല്ലോ ഇന്നത്തെ ബുൾഡോസർ എന്നതുപോലെ ശക്തിയുള്ളൊരു വാക്കാണ് അവൻ പറയുന്നത്. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ ആ പാലും തേനും ഒഴുകുന്ന ദേശം ചെന്ന് കൈവശമാക്കാൻ കഴിയും. അവൻ പറയുന്നത് നമുക്ക് അത് തരും. അല്പം പോലും എന്തില്ല, സംശയമില്ല. എന്നിട്ട് പറയുകയാണ്, ദൈവത്തോട് നിങ്ങൾ മത്സരിക്കരുത്, ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്, അവർ നമുക്ക് ഇരയാകുന്നു. കണ്ടോ? അവൻ കണ്ടതായ കാഴ്ചയും 10 പേർ കണ്ടതായ കാഴ്ചയും വ്യത്യാസമുണ്ട്. ഇവിടെയാണ് കാഴ്ചപ്പാടിന്റെ വ്യത്യസ്തത. കണ്ടത് ഒരു ദേശത്തെയാണ്, കണ്ണുകൊണ്ടാണ് അവർ കണ്ടത്, പക്ഷെ ചിന്തയിൽ വ്യത്യസ്തത ഉണ്ടായിരുന്നു. ഒരുവൻ ദൈവത്തോട് കൂടെ അതെന്ത് ചെയ്തു? ആ ദേശത്തെ കണ്ടു. മറ്റുള്ളവർ മാനുഷികമായി മാത്രം കണ്ടു. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു രോഗം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ മാനുഷിക കണ്ണുകൾ കൊണ്ട് മാത്രം ചിലർ കാണും. ചിലരതിനെ കാണുമ്പോൾ മാനുഷികമായി മാത്രമല്ല ദൈവമായുള്ള ബന്ധത്തിൽ അതിനെ കാണും. ദൈവമായുള്ള ബന്ധത്തിൽ കാണുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഹൃദയത്തിൽ പറയും, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്, അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു, ഞാൻ പ്രവർത്തിക്കും, ആർക്ക് തടുക്കാൻ കഴിയും? സ്തോത്രം. ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. ഈ തിരുവചന ഭാഗങ്ങൾ എന്ത് ചെയ്യും? ഹൃദയത്തിനകത്ത് ഓടിയെടുക്കും. അപ്പൊ ധൈര്യപ്പെട്ട് നീ പലവ്യാജ നീന്റെ പണി നോക്കണമെന്ന് പറയും. ചിന്ത മാറി. മറ്റൊരു വശത്ത്
മാനുഷികമായുള്ള ചിന്തയിൽ മാത്രം ഊന്നി അവരെന്ത് ചെയ്യുക? ആ വിഷയത്തെ ശ്രദ്ധിക്കുക. എനിക്ക് കഴിയില്ല, ഞാനങ്ങനെ നിൽക്കും, ഞാനങ്ങനെ പോകും, അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, അവർക്ക് അങ്ങനെ സംഭവിച്ചു, ഇവിടെ എങ്ങനെ സംഭവിച്ചു, ഇതെല്ലാം കൂടെ കേട്ട് കഴിയുമ്പോൾ ഉള്ള വിശ്വാസം കൂടെ സ്തോത്രം. അപ്പോൾ ഉള്ള ദൈവത്തെ എന്ത് ചെയ്തു? ദൈവത്തെ കൂടാതെ ചിന്തയുടെ ലോകത്തിലേക്ക് മാറി. ഇവിടെയാണ് കൊരിന്ത്യ ലേഖനത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു തിരുവചന ഭാഗം നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിനായുധങ്ങളോ ജഡികങ്ങൾ അല്ല. ഒരു ദൈവ പൈതലിന് എന്തുണ്ടെന്ന വചനം പറയുന്നേ? പോരുണ്ട്. പക്ഷെ ജഡപ്രകാരമല്ല അതിനോട് പോരിടേണ്ടത്. പോരിന്റെ ആയുധങ്ങളും ജഡീകമല്ല. അവിടെ വചനം പറയുന്നു, കോട്ടകളെ ഇടിപ്പാൻ, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാ. നിന്റെ മുൻപിൽ ഏത് ഹെരികോ കോട്ടയുണ്ടാകട്ടെ, തരികില്ലെന്ന ഏത് ശക്തിയും വാദിക്കട്ടെ, നിന്നിൽ പകർന്നിരിക്കുന്ന ദൈവശക്തി ഏത് കെട്ടുകളെയും പൊട്ടിക്കുന്നതാ, ഏത് ശക്തിയെയും തകർക്കുന്നതാ. ആ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് അന്ധകാര ശക്തിയോട് പറയണോ, ഇല്ല പിശാചേ, നിന്റെ പദ്ധതി നടക്കില്ല. ദൈവ പ്രവൃത്തി വെളിപ്പെടും, ദൈവ മഹത്വം ഞാൻ കാണും. ദൈവ പ്രവർത്തിക്കായി എന്റെ ദൈവം വിളിച്ചെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി എന്റെ ജീവിതത്തിൽ നിറവേറും. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തില് അന്ധകാര ശക്തിയുടെ സകല പദ്ധതികളും തകരട്ടെ. ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. എന്താണ്? കോട്ടകളെ ഇടിപ്പാൻ. ആ പദം ശ്രദ്ധിക്കണം, ദൈവസന്നിധിയിൽ. അപ്പൊ ദൈവത്തെ കൂടാതെ കഴിയില്ല. ആമേൻ. എന്നിട്ടാണ് താഴെ പറയുന്നത്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വികാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഇത് നമ്മൾ ചെയ്യാതെ പോകുമ്പോഴാണ് അയ്യോ വയ്യേ. സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്. ഞാൻ പൊട്ടനാണ്, പൊട്ടനെ പോലെ ചിന്തിക്കും. ഒരു രോഗം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് മാറ്റിത്തരാൻ താൽക്കാലികമായ ഒരു മെഡിസിന് കഴിയുമെങ്കിൽ എന്തുകൊണ്ടത് മാറ്റാൻ ദൈവവചനത്തിന് കഴിയുന്നില്ല? ഇത് പറയുമ്പോൾ ആൾക്കാർക്ക് അത് വേണ്ടതുപോലെ അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമ്മൾ ദൈവവചനത്തിൽ ആശ്രയിച്ചാൽ, കാഴ്ചപ്പാട് നിന്റെ മാറ്റം വന്നാൽ ഏത് വിഷയത്തിനും പരിഹാരമാണ്. സ്തോത്രം. ആമേൻ. കൃത്യമായ തെളിവുകൾ നമ്മുടെ മുൻപിലുണ്ടല്ലോ. വ്യക്തിയല്ല പ്രശ്നക്കാരൻ. പ്രശ്നക്കാരൻ ആരാണ്? ദുഷ്ടപ്പന പിശാച. അതിനോട് എതിർക്കണം. അതിനോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ആമേൻ. ആ ശക്തിയോട് പറയണം, പിശാചേ, നിന്റെ പദ്ധതി എന്റെ കുടുംബത്തിൽ നടക്കില്ല,
എന്റെ ജീവിതത്തിൽ നടക്കില്ല, എന്റെ തലമുറയിൽ നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല? നിന്റെ തലയെ തകർത്ത, നിന്റെ പദ്ധതിയെ തകർത്ത, ആയുധവർഗം വെപ്പിച്ച ഒരുവൻ എന്റെ കൂടെയുണ്ട്. അതാര് പറയണം? പ്രയാസമുള്ള വ്യക്തി പറയണം. രാജമ്മൻ ചെയ്ത ഇതില്ല. സ്തോത്രം. നമ്മൾ സാഹചര്യത്തെ കാണും. അപ്പൊ നമ്മൾ ഈ വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ നമ്മുടെ കണ്ണുകൾ തുറക്കണം. കണ്ണ് തുറന്ന്, ആത്മകണ്ണുകൾ തുറന്ന് ആ വിഷയത്തെ കാണാം. അവിടെ പറയുന്നത്, അവർ നമുക്ക് ഇരയാകുന്നു, അവരുടെ ശരണം പോയിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നമ്മോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. ഇത് മാത്രമാണ് നമ്മുടെ ആശ്രയം. നമ്മുടെ കൂടെ ആരുണ്ട്? സ്തോത്രം. ക്രിസ്തു നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഒരു വിഷയത്തിന്റെ മുൻപിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കണം. സ്തോത്രം. അപ്പോൾ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കാൻ ആ ദുഷ്ടഹൃദയത്തിന് നമ്മൾ എന്ത് ചെയ്യരുത്? ചായ്ഞ്ഞു കൊടുക്കരുത്. ഇന്ന് പകൽ ഈ തിരുവചന ഭാഗത്ത് നിന്ന് ഒട്ടനവധി കാര്യങ്ങൾ പറയുവാനുണ്ട്. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്ന വചനം ഉപകാരമായി വരണം. അത് വിശ്വാസമായി പരിണമിക്കണം. ഇന്ന് പകൽ ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്. അത് പല നിലകളിലാണ് ശത്രു നമ്മുടെ നേരെ എയ്തുവിടുന്നത്. ഒരുപക്ഷെ സാമ്പത്തികമായ ബുദ്ധിമുട്ടാകാം, ഒരുപക്ഷെ ശാരീരികമായ പ്രയാസങ്ങളാകാം, അല്ല മറ്റേതെങ്കിലും വിഷയങ്ങളാകാം. ഏത് വിഷയമായാലും അതിന്റെ മുൻപിൽ അധൈര്യപ്പെടരുത്. പറയണം, എന്റെ ദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കും, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. പ്രവർത്തിപ്പാൻ എന്റെ ദൈവം മതിയായവനാ. ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ തയ്യാറായാൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ നീ സേവിക്കുന്ന ദൈവം മതിയായവനാണെന്ന് ഒരു ബോധ്യം ഹൃദയത്തിനകത്ത് ഉണ്ടാകട്ടെ. സ്തോത്രം. സംശയത്തിന്റെ വിത്തുണ്ടാകരുത്. എന്നാലും എന്നുള്ളൊരു ഊന്നുപടി ഉണ്ടാകരുത്. ഒരുപക്ഷെ നിനക്ക് അറിവുണ്ടാകാം, ലോകത്തിലെ പലതും അറിയാമെന്നുള്ളൊരു ചിന്ത നിനക്കുണ്ടാകാം. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവപൈതലോടുള്ള ബന്ധത്തിൽ മാനുഷിക അറിവുകൾ നിഷ്ഫലമാണ്, അത് പ്രയോജനമില്ലാത്തതാണ്. നീ ദൈവപൈതലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുക. വചനം പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് വചനം അങ്ങനെ പറയുന്നത്? മാറ്റമില്ലാത്ത തിരുവചനം പറയുന്നു, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തന് വിട്ടുകൊടുക്കില്ല. എന്തുകൊണ്ട് വിട്ടുകൊടുക്കില്ല? നാം സേവിക്കുന്ന ദൈവം തന്നിൽ തന്നെ സർവശക്തനാണ്. ആ ദൈവത്തിന് മറ്റൊരുത്തന്റെ സപ്പോർട്ടിന്റെ ആവശ്യമില്ല. ആ ദൈവങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകട്ടെ. അവിശ്വാസമുള്ളൊരു ദുഷ്ടഹൃദയം നമ്മിലുണ്ടാകരുത്. ഈ നാളുകളിൽ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പാനിടയാകട്ടെ. ദൈവം പ്രവർത്തിപ്പാൻ മതിയായവനാ. അവസ്ഥകൾക്ക് മാറ്റം തരുവാൻ ദൈവം മതിയായവനാ. ചിന്തകൾക്കപ്പുറത്ത് ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ മതിയായവനാണ്. വ്യവസ്ഥ ഒന്നേ ഉള്ളൂ, ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇത് രണ്ടും അനിവാര്യമാണ്. പ്രസാദിക്കുന്നത് കൊണ്ടാണ് നിന്നെ വിളിച്ച് വേർതിരിച്ചത്, ഒരു ദൈവവൈദ്യരാക്കി തീർത്തത്.
ഇനി ആ ദൈവവുമായി ബന്ധം പുലർത്തുക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തമാണ്. ആ ദൈവവുമായി യഥാർത്ഥമായ ബന്ധം നിനക്കുണ്ടെങ്കിൽ ധൈര്യത്തോടെ പറ, ഈ പ്രതികൂലത്തെ ഞാൻ അതിജീവിക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞിരല്ലോ, എന്റെ ദൈവത്താൽ ഈ മതിൽ ചാടിക്കടക്കും. ധൈര്യത്തോടെ ഉറപ്പോടെ പറയുവാനിടയാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. കരുണയുള്ള ദൈവമേ, അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തോത്രം. കേൾപ്പിച്ച മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തിന്റെ ശക്തിയും മഹത്വവും ഞങ്ങളിൽ വെളിപ്പെടുവാൻ പോകുന്നതിനായി സ്തോത്രം. വരും ദിനങ്ങളിൽ അത് കാണുവാൻ പോകുന്നതിനായി സ്തോത്രം. ഈ ദേശം അത് അറിയുവാൻ പോകുന്നതിനായി സ്തോത്രം. കേൾക്കുന്ന ജീവിതങ്ങൾ അത് അനുഭവിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. ദൈവമഹത്വമായത് വെളിപ്പെടും. കൃപയ്ക്ക് നന്ദി. കർത്താവേ, ഉപവാസ പ്രാർത്ഥനയെ ഇത്രത്തോളം അവിടുന്ന് അനുഗ്രഹിച്ചല്ലോ. അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തോത്രം. അവിടുത്തെ കരുതലായി സ്തോത്രം. അവിടുത്തെ മഹത്വം ഞങ്ങളിൽ വെളിപ്പെടട്ടെ. ഇതുവരെ ഞങ്ങൾ ഒന്നും ആയിട്ടില്ലപ്പാ. ഞങ്ങളുടെ വിശ്വാസത്തിന് വർദ്ധനവ് നൽകണം കർത്താവേ. ഞങ്ങളുടെ ആശ്രയം വർദ്ധിപ്പാനിടയാകണം. അരുമനാഥൻ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കേൾക്കുന്ന ഓരോ വ്യക്തികളും ദൈവിക സാന്നിധ്യം അനുഭവിച്ച് അങ്ങയോട് ചേർന്ന് നിൽപ്പാൻ ഇടയാകട്ടെ. ചില അന്ധകാര ശക്തികൾ തകർന്നു മാറിയതിനായി സ്തോത്രം ചെയ്യുക. ശത്രുവായ പൈശാചികൻ കെട്ടിയ കെട്ടുകൾ തകർന്നതിനായി സ്തോത്രം ചെയ്യുക. ഞാൻ എന്റെ സഭയെ പണിയും എന്ന അരുളിയ നാഥന്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുക. മഹത്വം മുഴുവൻ യേശു കർത്താവിന് അർപ്പണം ചെയ്യുന്നു. സമാധാനത്തോടെ ഞങ്ങൾ പിരിയട്ടെ. പിരിയാത്ത സാന്നിധ്യമുള്ളതിനായി സ്തോത്രം. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.